വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ മൊഡ്യൂൾ 3 ക്രാഷ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് ഓഫ് ഈച്ച് റെസിസ്റ്റൻസ് മാർക്ഡ് ബൈ യൂസിംഗ് ദി 4-band കളർ കോഡ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ, വയലറ്റ്, റെഡ്, സിൽവർ എന്നുള്ളതാണ്. യെല്ലോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് 4 ആണ്, വയലറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 7 ആണ്, ആൻഡ് റെഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ, അപ്പൊ ഇൻറ്റു 10⁻², എന്ന് കൊടുക്കാം. സിൽവർ എന്ന് പറയുന്നത് +or-10% ആണ് സിൽവറിന്റെ ടോളറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ എന്തൊക്കെയാ കാണാൻ പറഞ്ഞുള്ളത്? ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് ഓഫ് ഈച്ച് റെസിസ്റ്റൻസ് മാർക്ക്ഡ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. 4.4700 ഓം +or-10% എന്നാണ് വരിക. ആൻഡ് ഇത് 4.7 കിലോ ഓം +or-10% ആണ് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുക? 4700 into 10/100 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 470 എന്ന് ഉത്തരം കിട്ടും. 470 എന്ന ആൻസർ കിട്ടും. ആൻഡ് നമ്മൾ 4700 മൈനസ് 470 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് വാല്യൂ കിട്ടും. 4700 പ്ലസ് 470 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് റേഞ്ച് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 4.230 കിലോ ഓം ടു 5.17 കിലോ ഓം വരെ നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ വാരി ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലായോ? ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്ലൂ, ഗ്രേ, ഗോൾഡ്. ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 6 ആണ്. സോ ഇവിടെ 6 എന്ന് എഴുതി. ഗ്രേയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 8 ആണ്, 8 എന്ന് എഴുതി. ഗോൾഡിന്റെ മൾട്ടിപ്ലയർ വാല്യൂ എത്രയാന്നാ പറഞ്ഞത്? ഇവിടെ നോക്കൂ, ഗോൾഡിന്റെ മൾട്ടിപ്ലയർ വാല്യൂ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പൊ ഇൻറ്റു 0.1 എന്ന് വരും. +or-5%. അപ്പൊ നമുക്ക് എത്ര കിട്ടാം? ഇത് 6.8 ഓം ആണ്, +or-5% എന്ന് വരും. ഓക്കെ, അപ്പൊ 6.8 ഓം എന്ന് കിട്ടി. ഇനി നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. 6.8 into 5/100 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.34 ആണ് വരിക. അപ്പൊ 6.8 മൈനസ് 0.34 എന്ന് ചെയ്യുന്ന സമയത്ത് 6.46 ആണ് വരിക. അതാണ് ലോവർ റേഞ്ച്. 6.8 പ്ലസ് 0.34 ചെയ്യുന്ന സമയത്ത് 7.14 എന്നാണ് വരിക. സോ അതാണ് അപ്പർ റേഞ്ച്. സോ നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെ വരും? 6.46 ഓം ടു 7.14 ഓം വരെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ റേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കളർ കോഡിങ് എങ്ങനെയാ വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡ്രോ ദി സിംബൽ ഓഫ് റെസിസ്റ്റർ ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 സ്പെസിഫിക്കേഷൻസ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഷേപ്പിലാണ് റെസിസ്റ്റർ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഗ്രീന്, ബ്ലൂ, റെഡ്, ഗോൾഡ്, ഇങ്ങനെ കളർ കോഡിങ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് 2 ടെർമിനൽസ് ആണ് നമ്മുടെ റെസിസ്റ്ററിന് ഉണ്ടാവുക. ഇങ്ങനെ ഫിസിക്കലി കാണപ്പെടുന്ന നമ്മുടെ റെസിസ്റ്ററിനെ നമുക്ക് സർക്യൂട്ടിലേക്ക് വരയ്ക്കുമ്പോൾ, അതായത് നമ്മളിപ്പോ ബുക്കിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ റെസിസ്റ്ററിനെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂലല്ലോ. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് റെസിസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 2 ലീഡ് ഉണ്ടാവും
ആൻഡ് ഇതുപോലെ സിഗ്സാഗ് ആയിട്ട് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. റെസിസ്റ്ററിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഇത്. ഡ്രോ ദി സിമ്പിൾ ഓഫ് ദി റെസിസ്റ്റർ എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ, ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ എക്സ്പ്ലെയിൻ എനി 3 സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്ററിന്റെ സ്പെസിഫിക്കേഷൻസ് പറയാനാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോളറൻസ് എന്നൊക്കെ ഉള്ളത് എന്താ, സ്പെസിഫിക്കേഷൻ ആണ് റെസിസ്റ്ററിന്റെ. ആൻഡ് അതിന്റെ വാട്ടേജ് റേറ്റിംഗ്, അതിന്റെ പവർ റേറ്റിംഗ് ഒക്കെ എന്നൊക്കെ പറയുന്നത് എന്താ, അതിന്റെ സ്പെസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് റെസിസ്റ്റൻസ്, അതൊരു സ്പെസിഫിക്കേഷനാ. ഈ ഒരു കളർ കോഡിംഗ് റെസിസ്റ്റർ എത്ര റെസിസ്റ്റൻസ് വാല്യൂവിലാണ് ഉള്ളത് എന്നുള്ളത് എന്താ, അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ഒപ്പോസസ് കറണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താടാ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് മീൻസ് ഇറ്റ് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിന്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യും, ഡിറ്റർമിൻസ് വോൾട്ടേജ് കറണ്ട് റിലേഷൻ. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താ, ഓംസ് ലോ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മള്. എന്താ, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to the potential difference across its ends. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. I directly proportional to V, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് വിനെ എങ്ങനെയാക്കാം, V is equal to പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് R എന്ന് കൊടുക്കാം, R into I, V is equal to IR എന്ന് കൊടുക്കാം, R into I. ഈ R ആണ് എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ്. ഓക്കെ, V is equal to IR. ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇനി പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് മാക്സിമം പവർ ഇറ്റ് ക്യാൻ ഡിസിപ്പേറ്റ് സേഫ്ലി. അതായത് ഒരു റെസിസ്റ്ററിന് എത്ര പവർ അതിനെ ഡാമേജ് കൂടാതെ ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പവർ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കാം പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, V സ്ക്വയർ ബൈ R അല്ലേ, V സ്ക്വയർ ബൈ R ആണ്. ആൻഡ് അതുപോലെ V സ്ക്വയറിന് നമുക്ക് ഇതൊന്നൊരു ഇക്വേഷൻ എഴുതാം. V സ്ക്വയർ എന്ന് പറയുന്നത് V സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, അപ്പൊ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് എത്ര പവർ നമ്മുടെ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനി വോൾട്ടേജ് റേറ്റിംഗ് ആണ് പറയാൻ പോകുന്നത്. എത്ര വോൾട്ടേജ് ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് ഇവിടെ ഈ പോയിന്റ്. മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് അതാണ് നമ്മളിപ്പോ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. V സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. V സ്ക്വയർ ഇസ് ഈക്വൽ ടു R ഇൻറ്റു P എന്ന് എഴുതാം. പവർ ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് എഴുതാം. V എന്ന് പറയുന്നത് റൂട്ട് PR എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഈ റൂട്ട് PR ആണ് മാക്സിമം വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ നമ്മൾ എത്ര വോൾട്ടേജ് ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ടേക്ക് 1K റെസിസ്റ്റർ, 1 കിലോ ഓമിന്റെ ഒരു റെസിസ്റ്റർ ആണെന്ന് വിചാരിക്കാം. ടേക്ക് 1 കിലോ ഓം റെസിസ്റ്റർ വിത്ത് വാട്ടേജ് റേറ്റിംഗ്, വിത്ത് വാട്ടേജ് 1.4 വാട്ടാണ്. വാട്ടാണ് പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് 1/4 വാട്ട് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ പവർ റേറ്റിംഗ് ആണ് കേട്ടോ. എത്ര പവർ ആണ് മാക്സിമം സേഫ്ലി നമ്മുടെ റെസിസ്റ്ററിന് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് 1/4 വാട്ട് ഒരു റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു റെസിസ്റ്ററിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള മാക്സിമം വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വോൾട്ടേജ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് P ഇൻറ്റു R ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് പവർ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 1/4 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.25 ഇൻറ്റു നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 1000 ഓംസ് ആണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15.8 വോൾട്ട് എന്ന് വരും. സോ 15.8 വോൾട്ട് ആണ് മാക്സിമം നമ്മുടെ 1K റെസിസ്റ്റർ വിത്ത് വാട്ടേജ് 1/4 വാട്ട് ഉള്ള ഒരു റെസിസ്റ്ററിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതാണ് മാക്സിമം വർക്കിംഗ് വോൾട്ടേജ്. ഹയസ്റ്റ് വോൾട്ടേജ് റെസിസ്റ്റൻസ് ക്യാൻ ഹാൻഡിൽ വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ. റെസിസ്റ്ററിന് ഡാമേജ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള മാക്സിമം വോൾട്ടേജ് ആണ്
എന്ത് മാക്സിമം വോൾട്ടേജ് ആണ് മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ പവർ റേറ്റിംഗും വോൾട്ടേജ് റേറ്റിംഗും നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. ഇനി നോക്കാനുള്ളത് ടോളറൻസ് ആണ്. ടോളറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ ടെമ്പറേച്ചർ കാരണം അല്ലെങ്കിൽ അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം അതിന്റെ ഐഡിയൽ വാല്യൂവിൽ നിന്ന് എത്രയെങ്കിലും പെർസെന്റേജ് കുറയാനോ കൂടാനോ ഉള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് റെസിസ്റ്റർ മാനുഫാക്ചറിങ് സമയത്ത് തന്നെ അറിയാം. അലൗഡ് ആയിട്ടുള്ള ഒരു ടോളറൻസ് വാല്യൂ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ നോർമലി നമ്മൾ ഗോൾഡ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അലൗഡ് ടോളറൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ബാൻഡ് ഗോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. ഓക്കെ, ഇനി സിൽവർ ആണെങ്കിൽ 10% ആയിരിക്കും. അപ്പൊ അതാണ് ബേസിക് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് അലൗഡ് ഡീവിയേഷൻ ഫ്രം ദി റേറ്റഡ് വാല്യൂ, എക്സാമ്പിൾ +or-5%, +or-10%. ആൻഡ് ഇനി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, അടുത്തൊരു പാരാമീറ്റർ ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് നമുക്ക് ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്സ് ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നും, അതുപോലെ ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ ആണല്ലോ, ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ കുറയുകയാണ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നാണ് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ബേസിക്കലി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 6, ഗീവ് ദി സ്പെസിഫിക്കേഷൻ ഓഫ് എ റെസിസ്റ്റർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി the color bands marked on the resistor are green, blue, orange and gold. What are the minimum and maximum resistance value expected from that resistance? Okay, അപ്പൊ ടോളറൻസിന്റെ ബേസിലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യേണ്ടത്. എങ്ങനെയാന്ന് മനസ്സിലായോ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, ഗോൾഡ്, ഇതാണ് നമ്മുടെ കളർ ബാൻഡ്സ് തന്നിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ഗ്രീൻ എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ബ്ലൂ എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് 6 ആണ്. ഓറഞ്ച് എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് എന്ന് പറയുന്നത്, ഓറഞ്ചിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് അല്ല മൾട്ടിപ്ലയർ ആണ് ഓറഞ്ച്, അപ്പൊ 10⁻³ എന്ന് എഴുതാം. ഓക്കെ, ഗോൾഡിന്റെ കറസ്പോണ്ടിങ് ടോളറൻസ് എന്ന് പറയുന്നത് +or-5%. അപ്പൊ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ഡീവിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ബേസിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 56000 +or ഇത്രയും ഓം +or-5% എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ 56 കിലോ ഓം +or-5% ആണ് നമ്മുടെ ആൻസർ വരിക. ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പർ ആൻഡ് മിനിമം റെസിസ്റ്റൻസ് വാല്യൂ ആണ്. മിനിമം ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ് എക്സ്പെക്ടഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ 56 കിലോമിന്റെ അല്ലെങ്കിൽ 56,000ന്റെ 5% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോമിനൽ വാല്യൂ is equal to 56,000. 5% of 56,000 എന്ന് 56,000 എന്ന് പറയുന്നത് എത്രയാ? 56,000 into 5/100 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2800 എന്ന് വരും. അപ്പൊ മിനിമം റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്, മിനിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരിക? 5600ൽ നിന്നും നോമിനൽ വാല്യൂവിൽ നിന്നും 5%നെ 56,000ന്റെ 5% എത്ര? 2800 ആണ്. അപ്പൊ അത് കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും? മിനിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 53,200 എന്ന് വരും. 53,200 എന്ന് വരും. ഇനി അടുത്തത് മാക്സിമം വാല്യൂ.
മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 56,000 പ്ലസ് 2,800 ആണ്. ആൻഡ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 58,800 എന്ന് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് മിനിമവും മാക്സിമവും റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്, നമ്മൾ ഓൾറെഡി കുറെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് കപ്പാസിറ്റേഴ്സ് കോഡഡ്. അപ്പൊ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി എങ്ങനെയാടാ വരിക? കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ടാവും അല്ലെ, രണ്ട് കണ്ടക്ടിങ് പ്ലേറ്റ്സ് ഉണ്ടാവും. ഈ കണ്ടക്ടിങ് പ്ലേറ്റ്സിന്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക്, ഒരു സാൻഡ്വിച്ച് പോലെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് എന്താ? ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് കണ്ടക്ടിങ് പ്ലേറ്റ്സ് ആണ്. കണ്ടക്ടിങ് പ്ലേറ്റ്സ് ആണ്. ആൻഡ് ഇതിന്റെ സെന്ററിൽ വന്നിട്ട് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയിരിക്കും. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. ആൻഡ് ഇതിന്റെ ഒരു കപ്പാസിറ്റൻസ് വാല്യൂ എത്ര, നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിൽ എന്താ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്ത് ഫോമില? എനർജി സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻ കപ്പാസിറ്റർ energy stored in the form of electric field. ഓക്കെ, അപ്പൊ എത്ര കപ്പാസിറ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് സ്റ്റോർഡ് എത്ര ഇലക്ട്രിക് ഫീൽഡിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് എപ്സിലോൺ എ ബൈ ഡി. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. എ എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി എന്താ പാരലൽ പ്ലേറ്റ്സ് ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ്സ് ആണ്. സോ അതാ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ? പെർമിറ്റിവിറ്റി അല്ലെ, പെർമിറ്റിവിറ്റി ഓഫ് ദി ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. പെർമിറ്റിവിറ്റി of dielectric material. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്താണ് കപ്പാസിറ്റർ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണുള്ളത് ആൻഡ് അതുപോലെ 103ന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ ഈ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് പറയാൻ വേണ്ടി പറ്റും. സെറാമിക് കപ്പാസിറ്റർ. സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. ഇത് ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിനും ഡീകപ്ലിംഗ് സർക്യൂട്ട്സിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ആൻഡ് ഇതൊരു ഡിസ്ക് ഷേപ്പിലാണ് ഈ ഒരു സെറാമിക് കപ്പാസിറ്റർ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ലാബുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. പൊളാരിറ്റി ഇല്ലാത്ത ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് അതാണ്, അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവില്ല. നമ്മുടെ കപ്പാസിറ്ററിന് ബേസിക്കലി രണ്ട് എൻഡാണല്ലേ ഉള്ളത്. അപ്പൊ നമ്മുടെ കപ്പാസിറ്റർ സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഡിസ്ക് പോലെയാണ് ഉണ്ടാവുക. ആൻഡ് അതിന് രണ്ട് ലെഗ്സ് ഉണ്ടാവും. ആൻഡ് ഈ ലെഗ്സിന് പൊളാരിറ്റി ഉണ്ടാവില്ല, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവില്ല. ഇത് എങ്ങനെ വേണമെങ്കിലും സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിന്റെ മുകളിൽ ഇതിന്റെ വാല്യൂസ് എഴുതിയിട്ടുണ്ടാവും. 103 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഈ സെറാമിക് കപ്പാസിറ്ററിന്റെ മുകളിൽ. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു സെറാമിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെറാമിക് കപ്പാസിറ്റർ എന്താന്ന് പറഞ്ഞു. ഇനി അതുപോലെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത് പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഒരു കപ്പാസിറ്റർ, ഈ ഒരു ഷേപ്പിൽ വരുന്ന. അതിന്റെ ഒരു ലെഗ് വലുതും ഒരു ലെഗ് ചെറുതുമായിരിക്കും. ഈ വലിയ ലെഗ് ആയിരിക്കും പോസിറ്റീവ്, ചെറിയ ലെഗ് ആയിരിക്കും നെഗറ്റീവ്. ഓക്കെ, വലിയ ലെഗ് പോസിറ്റീവ്, ചെറിയ ലെഗ് നെഗറ്റീവ് ആയിരിക്കും. അത് ബേസിക്കലി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ് അങ്ങനെ വരുന്നത്. പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഈ ലെഗ് വലുതും ലെഗ് ചെറുതും എന്ന് പറയുന്നത് അതിന്റെ പൊളാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ സർക്യൂട്ടിൽ അത് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നതിന്റെ പൊളാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും മാറാതെ കണക്ട് ചെയ്യാം. ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ നോർമലി ഇപ്പൊ നമ്മൾ ഫാരഡിലാണ് കപ്പാസിറ്റർ പറയാ എന്നുണ്ടെങ്കിലും ഈ ഒരു ഇലക്ട്രോണിക് കമ്പോണൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് മൈക്രോ ഫാരഡ് ഒക്കെ റേഞ്ചസിലുള്ള കപ്പാസിറ്റേഴ്സ് ആണ്
ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. മൈക്രോ ഫാരഡ് റേഞ്ചിലൊക്കെയാണ് ഉണ്ടാവുക. 10, 100 മൈക്രോ ഫാരഡ്, 1000 മൈക്രോ ഫാരഡ്. മൈക്രോ ഫാരഡ് റേഞ്ചസിലായിരിക്കും നമ്മുടെ കപ്പാസിറ്ററിന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന്റെ വാല്യൂസ് ഉണ്ടാവുക. യൂസ്ഡ് ഇൻ ഫിൽറ്ററിംഗ്, പവർ സപ്ലൈ സർക്യൂട്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് എന്താന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഫിൽറ്ററിംഗിലും പവർ സപ്ലൈ സർക്യൂട്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ്, ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പിന്നെ 10 ഡാലം കപ്പാസിറ്റർ, ഇത് സ്റ്റേബിൾ ആൻഡ് റിലയബിൾ കപ്പാസിറ്റർ ആണ്, സ്മോൾ ഇൻ സൈസ് ഫോർ സെയിം കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി സെയിം കപ്പാസിറ്റൻസിൽ കുറച്ചും കൂടി ചെറിയ കപ്പാസിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 10 ഡാലം കപ്പാസിറ്റർ ആണ്. ഇനി പേപ്പർ അഥവാ പേപ്പർ കപ്പാസിറ്റർ എന്താന്ന് നോക്കാം. പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ ഹൈ വോൾട്ടേജ് അപ്ലിക്കേഷൻസിൽ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബേസിക്കലി എന്താ? പേപ്പർ സ്ട്രൈപ്സ് ആണ്, പേപ്പറിന്റെ പീസസ് ആണ് ഡൈലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? പേപ്പർ കപ്പാസിറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 0.001 to 2 മൈക്രോ ഫാരഡ് വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഹൈ വോൾട്ടേജ് അപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 2000 വോൾട്ട് വരെയൊക്കെ നമ്മുടെ കപ്പാസിറ്ററിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും പേപ്പർ കപ്പാസിറ്റേഴ്സിന്. ക്ലിയർ ആണോ? അപ്പൊ ഇനി അടുത്തത് മൈക്ക കപ്പാസിറ്റർ ആണ്. ഡൈലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൈക്കയാണ്, അഥവാ ഫിലിം കപ്പാസിറ്റേഴ്സ് എന്നും പറയും. മൈക്ക ആൻഡ് ഫിലിം കപ്പാസിറ്റേഴ്സ്. ഈ ഫിലിം കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈക്ക കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈ അക്യുറസി ആൻഡ് സ്റ്റെബിലിറ്റി വേണ്ട അപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ RF ആൻഡ് പ്രിസിഷൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ മെഷർമെന്റ് സർക്യൂട്ട്സ് ആണ്. അപ്പൊ അവിടെയൊക്കെയാണ് അക്യുറസിയും സ്റ്റെബിലിറ്റിയും മെയിൻ ആയിട്ട് വേണ്ട സർക്യൂട്ട്സിലൊക്കെയാണ് നമ്മൾ മൈക്ക അല്ലെങ്കിൽ ഫിലിം കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് കപ്പാസിറ്റേഴ്സിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി 103 എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് വാല്യൂ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് നോക്കാം. വൺ സീറോ ത്രീ എന്ന് പറയുന്നത് 10, ഈ 10യില് ഈ ഫസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് അതുപോലെ എഴുതാം, ഡിജിറ്റ് അതുപോലെ എഴുതാം. ഈ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് മൾട്ടിപ്ലയറാ, ഇതെന്ന് പറയുന്നത് മൾട്ടിപ്ലയറാ. സോ നമുക്ക് ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 അതുപോലെ എഴുതി 3 0 8 അത്രയും പീക്കോ ഫാരഡ് ആണ് നമുക്ക് കിട്ടുക. ഇതിനെ മൈക്രോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻⁻6 ചെയ്താൽ മതി. അപ്പൊ 1 2 3 4 ഇൻറ്റു 10⁻⁻6 ചെയ്യാൻ നേരത്ത് നമുക്ക് എങ്ങനെ കിട്ടും? 1 2 3 4 5 ഇവിടെ ഒരു 0 കൂടി ഇടുക, 0. അപ്പൊ 0.01 മൈക്രോ ഫാരഡ്. അപ്പൊ നമ്മൾ ഈ 104 103 എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൈക്രോ ഫാരഡ് റേഞ്ചിലേക്ക് മാറ്റി എഴുതാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ആൻഡ് ഇനി നമുക്ക് അടുത്തത് 104, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10⁻⁴ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 കഴിഞ്ഞിട്ട് 4 0 1 2 3 4 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും പൈക്കോ ഫാരഡ് ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 1 2 3 4 ഇൻറ്റു 10⁻⁻6 മൈക്രോ ഫാരഡ് ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മൈക്രോ ഫാരഡ്. ഓക്കെ, 104ന്റെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് 103 ആവുമ്പോൾ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.